എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ട് നൽകാവുന്നതാണ്. ഇന്നും നാളെയല്ല, അതായത് ഇന്നും നാളെയും അതുപോലെ തന്നെ മറ്റന്നാളും, അതായത് ഈ ഒരു നവംബർ 19 അതുപോലെ തന്നെ 20, 21 തീയതികളായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ എത്ര വേക്കൻസീസാണ് ഓരോ കോളേജിലും ഉള്ളത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോടെ ആയിട്ട്, അതായത് 21-ാം തീയതി രാവിലെയൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം മുൻ അലോട്ട്മെൻറ്റുകളിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ആ ഒരു സമയത്തോട്ടാണ് ആ ഒരു എത്ര വേക്കൻസീസ് ഏതൊക്കെ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. കാരണം പല വിദ്യാർത്ഥികളും മുൻ അലോട്ട്മെൻറ്റുകളിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും പങ്കെടുക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകുക. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നുള്ള, അതായത് ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ കോളേജിൽ നിന്ന് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു കോളേജിൽ നിന്ന് നൽകുന്ന NOC, അതായത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന്, അതായത് 22-ാം തീയതിയിലേക്കുള്ള ആ ഒരു 22-ാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ 22-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്ത കോളേജോ കോഴ്സോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് പുതിയ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, മുൻ അലോട്ട്മെൻറ്റുകളിൽ സർക്കാർ കോളേജുകൾ ഒഴികെ മറ്റ് കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും പുതിയ തീയതിയിൽ വാങ്ങിയ NOC നിരാക്ഷേപ പത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് അതത് കോളേജിൽ നവംബർ 25-നകം പ്രവേശനം നേടണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാണ്ട് അത് നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ID പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് അലോട്ട്മെൻറ്റ് നമ്പർ 17 ഓൺ 22/11/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ബിറ്റ്വീൻ ഈ ഒരു നവംബർ 19, 2024 അത് ആൻഡ് നവംബർ 21, 2024 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്, അതുപോലെ NRI സീറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരുവിധ കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതുപോലെ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ കോളേജിൽ നിന്നുള്ള NOC വേണം. അതുപോലെ തന്നെ പുതിയൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുമെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓപ്ഷൻ്റെ അവിടെ ഒരു ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ടാണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതും. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് സേവ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് അത് ലിസ്റ്റഡ് ആയിട്ട് വരികയും അതുപോലെ ആ ഒരു കോളേജിൽ എത്ര രൂപയാണ് ട്യൂഷൻ ഫീസ്, അതുപോലെ സ്പെഷ്യൽ ഫീസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഫീസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും 21-ാം തീയതി വരെ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു പേജിൽ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കോളേജ് NOC ഈ ഒരു LBS വഴി ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഈ ഒരു നവംബർ 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നിലവിൽ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ 3 എണ്ണമാണുള്ളത്. അപ്പോൾ ആ ഒരു 3 കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് അൽഫോൻസ കോളേജ് ഓഫ് നഴ്സിംഗ്, അതുപോലെ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതുപോലെ തന്നെ ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 3 കോളേജുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്, പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള നഴ്സിംഗ് കോളേജിലേക്കും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ അതായത് നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടേണ്ടി വരും. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ താല്പര്യമുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക, അതുപോലെ കോഴ്സുകളും ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.